സ്നേഹിതരെ, എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഒരു പ്രത്യേക റെയിൽവേ സ്റ്റേഷനെ കുറിച്ചാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ഇത് കാണാൻ പോകുന്നവർക്ക് വേണ്ടി നിർമ്മിച്ച അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഏകതാ നഗർ റെയിൽവേ സ്റ്റേഷൻ. ഒരിക്കലെങ്കിലും നിങ്ങൾ അവിടെ പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ പോകാൻ ആഗ്രഹമുണ്ടോ? ഇത് ഞാൻ പറയുന്ന കഥ കേട്ടാൽ നിങ്ങൾക്ക് തന്നെ ഒരു യാത്ര ചെയ്ത അനുഭവം കിട്ടും. സ്റ്റാച്യു ഓഫ് യൂണിറ്റി സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ 2018 ലോകത്തിന് തുറന്നു കൊടുത്തപ്പോൾ അത് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയായി മാറി. 182 മീറ്റർ ഉയരം. ആദ്യകാലത്ത് അവിടെ എത്താൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അഹമ്മദാബാദ്, വഡോദര, സൂറത്ത് പോലെയുള്ള നഗരങ്ങളിൽ ഇറങ്ങി പിന്നെ കാറിൽ ഹവേഴ്സ് യാത്ര ചെയ്യണം. വിദേശത്ത് നിന്നുള്ളവർക്കാണെങ്കിൽ അതിലും വലിയ വെല്ലുവിളിയായിരുന്നു. അപ്പോൾ സർക്കാർ തീരുമാനിച്ചു സ്റ്റാച്യു ഓഫ് യൂണിറ്റിക്ക് അടുത്ത് തന്നെ ഒരു റെയിൽവേ സ്റ്റേഷൻ വേണം. അങ്ങനെ ജനിച്ചതാണ് ഏകതാ നഗർ റെയിൽവേ സ്റ്റേഷൻ. നിങ്ങൾക്കറിയാമോ ഈ സ്റ്റേഷൻ പണിയാൻ എത്ര ചിലവായെന്ന്? ഏകദേശം 800 കോടി. അതെ, 800 കോടി ചെലവഴിച്ചാണ് ഇത് നിർമ്മിച്ചത്. ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട കാര്യങ്ങളാണ് ഭൂമി ഏറ്റെടുക്കൽ, പുതിയ പാത വികസനം, ഇടയിലെ ചെറിയ സ്റ്റേഷനുകളുടെ നവീകരണം, സ്റ്റേഷന്റെ ആധുനിക ആർക്കിടെക്ചർ ഡിസൈൻ, 100% സൗരോർജ്ജ സംവിധാനം, മഴവെള്ള സംഭരണം, യാത്രക്കാർക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും. അതിനാൽ നിങ്ങൾ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ കാണുന്നത് വെറും കോൺക്രീറ്റ് സ്റ്റീൽ ഗ്ലാസ് അല്ല, അതിന്റെ പിന്നിൽ 800 കോടിയുടെ കാഴ്ചപ്പാട് തന്നെയാണ്. 2021 സ്റ്റേഷൻ ഔദ്യോഗികമായി തുറന്നു. അതൊരു വലിയ ആഘോഷമായിരുന്നു. ഇന്ത്യസ് ഫസ്റ്റ് ഗ്രീൻ ബിൽഡിംഗ് സർട്ടിഫൈഡ് റെയിൽവേ സ്റ്റേഷൻ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സൗരോർജ്ജം മാത്രം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്റ്റേഷൻ. വൈദ്യുതി കുറഞ്ഞ് ചിലവാക്കാൻ എക്കോ ഫ്രണ്ട്ലി ഡിസൈൻ, അതായത് യാത്രക്കൊപ്പം പരിസ്ഥിതി സംരക്ഷണവും. ഇപ്പോൾ നിങ്ങൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയതായിട്ട് കരുതും. സ്റ്റേഷന്റെ വലിപ്പവും ഭംഗിയും കണ്ടാൽ ഒരു വിമാനത്താവളത്തിലാണ് ഇറങ്ങിയതെന്ന് തോന്നും. വലിയ വെയിറ്റിംഗ് ഹാൾ, AC റൂം, വൈഫൈ, CCTV, എസ്കലേറ്റർ, ലിഫ്റ്റ് എല്ലാം സജ്ജം. ഡിസേബിൾ ഫ്രണ്ട്ലി സൗകര്യങ്ങൾ ഉള്ളതിനാൽ വീൽചെയറിൽ വരുന്നവർക്കും യാത്ര വളരെ എളുപ്പം. പുറത്തിറങ്ങിയാൽ തന്നെ ഇലക്ട്രിക്കൽ ബസ്സുകൾ റെഡി. അവ നേരിട്ട് നിങ്ങളെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ അടിവാരത്തിലേക്ക് കൊണ്ടുപോകും. ഒരുപാട് പേര് പറയുന്നു ട്രെയിനിൽ നിന്ന് ഇറങ്ങി വെറും 10 മിനിറ്റിൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ കാണാനാകുമെന്ന്. ഒരു കുടുംബം പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ യൂറോപ്പിലും അമേരിക്കയിലും പല ട്രാവൽ സ്റ്റേഷനുകൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇന്ത്യയിലെ ഏകതാ നഗറിലെ അനുഭവം വേറിട്ടതാണെന്ന്. ഇപ്പോൾ ഏകതാ നഗറിലേക്ക് പല ട്രെയിൻ സർവീസുകളും നടക്കുന്നുണ്ട്. ജനശതാബ്ദി, മെമു, എക്സ്പ്രസ് എല്ലാം അഹമ്മദാബാദ്, ബറോഡ, സൂറത്ത് എല്ലാ സ്ഥലത്തു നിന്നും എത്താം. ഭാവിയിൽ ഹൈസ്പീഡ് ട്രെയിൻ പദ്ധതികളും ഇതിൽ ഉൾപ്പെടും. അപ്പോൾ ഡൽഹിയിൽ നിന്ന് ഇറങ്ങിയാൽ നേരിട്ട് ഏകതാ നഗറിലെത്താം. സ്റ്റേഷൻ വന്നതോടെ നാട്ടുകാരുടെ ജീവിതം മാറി. ഹോട്ടലുകൾ, കടലുകൾ, റെസ്റ്റോറന്റുകൾ എല്ലാം വളർന്നു. വർഷത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ വന്നാൽ നാട്ടുകാരുടെ വരുമാനം സ്വാഭാവികമായി ഉയരും. സർക്കാർ പോലും പറഞ്ഞിട്ടുണ്ട് ഏകതാ നഗർ ഇന്ത്യയിലെ വിനോദസഞ്ചാരത്തിന്റെ ഭാവി മാറ്റിമറിക്കുമെന്ന്. കൂടുതൽ ട്രെയിനുകൾ, അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളെ ലക്ഷ്യമാക്കി സൗകര്യങ്ങൾ, ഹൈസ്പീഡ് റെയിൽ എല്ലാം ഭാവിയിൽ ഉണ്ടാകും. ആ ദിവസം അധികം ദൂരെയല്ല. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവർ നേരിട്ട് ഏകതാ നഗറിൽ ഇറങ്ങിയ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണും. സ്നേഹിതരെ, ഏകതാ നഗർ റെയിൽവേ സ്റ്റേഷൻ വെറും ഒരു സ്റ്റേഷനല്ല. ഇത് ഇന്ത്യയുടെ ഐക്യത്തിന്റെയും വികസനത്തിന്റെയും പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യയുടെയും പ്രതീകമാണ്. 800 കോടി രൂപയുടെ ചെലവിൽ നിർമ്മിച്ചെങ്കിലും അതിന്റെ മൂല്യം അതിലേറെയാണ്. കാരണം അത് നമ്മളെ ലോകത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്നു. നമ്മൾ അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു മലയാളി സുഹൃത്താണ്. കണ്ടോ, ഈ ട്രെയിൻ നമുക്ക് ലാസ്റ്റ് ട്രെയിനാണ് തിരിച്ച് ബറോഡയിലേക്ക് പോകാനുള്ളത്.